മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തെ സ്നേഹിക്കുക എന്നത്, അഹ്ലു ബൈത്തിനോട് മഹബ്ബത്തുണ്ടാവുക എന്നത്, അത് ഭൂമി ലോകത്ത് ജീവിക്കുന്ന വിശ്വാസികൾക്ക് അനിവാര്യമാണ്. ഖുർആൻ പറഞ്ഞല്ലോ, ഖുൽ ലാ അസ്അലുക്കും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. അല്ലാഹു മുത്തുനബിയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഖുൽ നബിയേ അങ്ങ് പറയുക, ലാ അസ്അലുക്കും അലൈഹി അജ്റാ, ഞാൻ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിന്റെ പേരിൽ, പരിശുദ്ധ ഇസ്ലാമിനെ പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ അതിന് പകരമായി നിങ്ങളോട് കൂലി ആവശ്യപ്പെടുന്നില്ല, പ്രതിഫലം ചോദിക്കുന്നില്ല. എങ്കിലും നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ, എന്റെ കുടുംബത്തോട് നിങ്ങളിൽ നിന്ന് മവദ്ദത്തുണ്ടാവണം, മഹബ്ബത്തുണ്ടാവണം. അത് നിങ്ങളിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുടുംബത്തോട് മഹബ്ബത്ത് വെക്കണം. അത് അല്ലാഹു നബി തങ്ങളോട് പറയാൻ കൽപ്പിച്ചിട്ടുള്ളതാണ്. അതല്ലേ ഇമാമുന ശാഫിഈ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ആലുൻ നബി ദരിഅതി വഹും ഇലൈഹി വസീലതി അർജു ബിഹിം ഉതാഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി. ഇമാമുന ശാഫിഈ തങ്ങള് പറയുന്നു, മുത്തുനബിയുടെ കുടുംബം, അവരെ കൊണ്ട് നാളെ പരലോകത്ത് എന്റെ കിതാബ് വലത് കൈയിൽ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്റെ ഏറ്റവും വലിയ സ്നേഹത്തിന്റെ നിധികളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം. ആലുൻ നബി ദരിഅതി വഹും ഇലൈഹി വസീലതി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗമാണ്, വസീലയാണ് അവിടുത്തെ കുടുംബമെന്നാണ് ഇമാമുന ശാഫിഈ തങ്ങൾ പഠിപ്പിക്കുന്നത്. അർജു ബിഹിം ഉതാഗദൻ ബിയദിൽ യമീനി സ്വഹീഫതി, അവിടുത്തെ ആലിനെ കൊണ്ട് എന്റെ കിതാബിന്റെ സ്വഹീഫത്ത് വലത് കൈയിൽ കിട്ടുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രതീക്ഷിക്കുന്നു.